Hello guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡോജ്കോയിൻ്റെ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഡോജ് മാപ്സ് നമുക്ക് എങ്ങനെ ബൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ ഏകദേശം 6 മാസങ്ങൾക്ക് മുന്നേ ബിറ്റ്മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള NFT ലാൻഡുകളുടെ മിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വെറും $2 ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ലാൻഡിൻ്റെയൊക്കെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $130 സോ ആ ഒരു ലാൻഡ് കൊണ്ടുവന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു ഓർഡിനൽസ് വാലറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. സോ ഈ ഒരു ഓർഡിനൽസ് വാലറ്റ് പ്ലാറ്റ്ഫോമിൽ ഇപ്പം DRC20 പ്രൊജക്റ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഡോജ് മാപ്പ് സൂൺ ലിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓർഡിനൽസ് മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് സമയം വൈകിക്കാതെ എങ്ങനെ നമുക്ക് ഇത് വാങ്ങിക്കാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡോജി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കയറുകയാണ് വേണ്ടത്. അതിൽ നമുക്കിവിടെ ഡോജ് മാപ്പിൻ്റെയൊക്കെ ലിസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡോജ് കോയിനുള്ള കുറേ അധികം NFTസിൻ്റെയൊക്കെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയുള്ള വാലറ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് വേറെ എക്സ്റ്റൻഷനും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സെയിം പ്രോസസ്സാണ് ഉള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ആ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അതുപോലെ തന്നെ സൂക്ഷിച്ചും എഴുതി വെക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സീഡ് ഫേസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡും നമ്മുടെ ഫണ്ടും ഒക്കെ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. വൺസ് നിങ്ങളുടെ വാലറ്റ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാലറ്റിനകത്തൊരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ഡോജ് കോയിൻ്റെ ചെയിനിൽ ഡോജ് കോയിൻ ഇതിനകത്തേക്ക് ലോഡ് ചെയ്യുക. ഇപ്പോഴത്തെ കറണ്ട് ഫ്ലോർ പ്രൈസ് ഒരു ഡോജ് മാപ്പ് ലാൻഡിൻ്റെ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഡോജ് കോയിനാണ്. സോ നിങ്ങൾക്ക് എത്ര വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ലോഡ് ചെയ്യാം. ഇവിടെ എൻ്റെ വാലറ്റിൽ ഞാൻ ഏകദേശം ഒരു $20 വർത്തായിട്ടുള്ള ഏകദേശം 200 ഡോജ് കോയിൻ അടുപ്പിച്ച് ലോഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബൈ ലിസ്റ്റഡ് ഡോജ് മാപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എത്രത്തോളം ഡോജ് മാപ്പുകൾ ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന്. സോ ഇവിടെ നമ്മൾ ഓരോന്നോരോന്ന് വാങ്ങുന്നതിൽ ഭേദം കുറേ എണ്ണം ഒരുമിച്ച് വാങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഈ സ്വീപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു അപ് ടു 10 വരെ സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഒറ്റയടിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ 4 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു $5.5 മൊത്തത്തിൽ വരുന്നത്, ഗ്യാസ് ഫീസ് അടക്കം. നമ്മൾ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിലേക്കാട്ടും ട്രാൻസാക്ഷൻസ് ഫാസ്റ്റുമാണ്. അതുപോലെ തന്നെ ഗ്യാസ് ഫീസ് എന്ന് പറയുന്നത് വളരെ സ്ലോയാണ്. നമ്മൾ ഇങ്ങനെ വാങ്ങിയിട്ടുള്ള ഈ ഒരു ലാൻഡുകൾ നമ്മുടെ വാലറ്റിൽ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ കുറച്ചൊരു സമയം എടുക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിലായിരിക്കും നമ്മുടെ വാലറ്റിൽ അത് റിഫ്ലക്റ്റ് ആവുന്നത്. സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഡോജ് മാപ്പ് ലാൻഡുകൾ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കാലം മുന്നെയാണ് വാങ്ങിച്ചിരുന്നത്. അന്ന് 12 ഡോജ് കോയിൻ ഫ്ലോർ പ്രൈസിലാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇനി നമ്മുടെ വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഡോജ് മാപ്പ് ലാൻഡുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങളുടെ വാലറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ എത്ര ഡോജ് മാപ്പ് ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 87ഓളം ഡോജ് മാപ്പുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്ര ഡോജ് കോയിൻ ഫ്ലോർ പ്രൈസിനാണ് ഇത് വിൽക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഡോജ് മാപ്പ് ലാൻഡ് നേരെ മാർക്കറ്റ് പ്ലേസിൽ പോകുന്നതായിരിക്കും. സോ ഇത്രയുള്ള കാര്യങ്ങൾ. ഈ ഒരു ഡോജ് മാപ്പ് ലാൻഡ് ബിറ്റ് മാപ്പിനെ ഫോളോ ചെയ്യുമെന്ന് യാതൊരുവിധ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ട്. നമുക്കറിയാം എലോൺ മസ്ക് ഒക്കെ നല്ല രീതിയിൽ ഡോജ് കോയിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നെക്സ്റ്റ് ബുൾ റണ്ണിൽ ഇതിനെക്കുറിച്ചൊരു ട്വീറ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ബൂമും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.